ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിസാനിക്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൊതുകുജന്യ രോഗങ്ങളാണ്. അതായത് മഴക്കാലത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന കുറച്ച് കൊതുകുജന്യ രോഗങ്ങളെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ ട്രീറ്റ്മെൻറ്റ് സൈഡിലോട്ടോ അതിൻ്റെ സയൻറ്റിഫിക് സൈഡിലോട്ട് കിടക്കുന്നില്ല. നമുക്ക് എന്ത് ശ്രദ്ധിച്ച് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിലൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഐഡിയ. ഒരു ബേസിക് ഹെൽത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അപ്പുറത്തേക്കൊരു സയൻറ്റിഫിക് സൈഡിലോട്ട് പോകുന്നില്ല. പൊതുവേ നമുക്ക് ഇൻ്റർനെറ്റ് നോക്കി കാര്യങ്ങളെ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ മെഡിസിൻ സൈഡ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് സൈഡ് പറയുമ്പോൾ അവർ ഇതിൽ നിന്നൊക്കെ ഇത് വെച്ച് റിയൽ ലൈഫിലെ കാര്യങ്ങളിൽ അത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ നോക്കി അവർ പറഞ്ഞതനുസരിച്ച് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ബേസിക് ആയിട്ടൊരു കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊതുകുജന്യ രോഗങ്ങൾ, പ്രധാനപ്പെട്ട 4 കൊതുകുജന്യ രോഗങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അതുപോലെ മലേറിയ. ഈ ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഈഡിസ് എന്ന് പറഞ്ഞൊരു ഇനം കൊതുക് പരത്തുന്നതാണ്. അതുപോലെ ക്യുലെക്സ് മോസ്കിറ്റോ പരത്തുന്നതാണ് നമ്മുടെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ പരത്തുന്നതാണ് മലേറിയ എന്ന് പറയുന്നത്. ഈ രോഗങ്ങൾ മനസ്സിലായല്ലോ, കൊതുക് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന, നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കൊതുക് എന്ന് പറയുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന നമ്മളിലേക്ക് എത്തുന്ന രോഗങ്ങളാണിത്. രോഗങ്ങളെ പറ്റി ഒരു ബേസിക് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഫീവർ സിംറ്റംസ് ഒക്കെ കാണിക്കും. ഡെങ്കിപ്പനിയിൽ കൂടുതലായിട്ട് മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. മസിൽ പെയിൻ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ഐ മൂവ്മെൻറ്റ് പോലും പെയിൻ നമുക്കൊരു സ്ട്രെസ്സും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുപോലെ നല്ല കടുത്ത പനി കാണിക്കും. ശരീരത്തെല്ലാം നല്ല വേദന ഫീൽ ചെയ്യും. കൂടുതലും സിംറ്റംസ് ഒരുപാടുണ്ട്. ജസ്റ്റ് ബേസിക്സ് പറയാം. അപ്പോൾ ചിക്കൻ ഗുനിയ ആണെങ്കിൽ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻസ് കൂടുതലായിരിക്കും. നല്ല ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. അതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് കൂടുതലായിട്ടും നെക്കിനൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. അത് കുറച്ചുകൂടി ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസിന് കാരണമാവും. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം കൂടാണ്. അതുപോലെ മലേറിയ എന്ന് പറയുന്നത്, മലേറിയൽ രോഗം ഒരു സൈക്കിൾ ഓഫ് സ്റ്റെപ്സ് കഴിഞ്ഞ് വരുന്നൊരു സൈക്കിൾ ഓഫ് സ്റ്റെപ്സ് ഉള്ളൊരു രോഗമാണ്. ഫീവറിൻ്റെ തന്നെ നല്ല ഷിവറിങ്ങോട് കൂടിയ പനിയും ഒരു ഹൈ റിസ്ക് റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് നല്ല ഹൈ ഫീവറിലോട്ട് പോകുന്നു. പിന്നെ അത് സ്വെറ്റിങ്ങിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സുള്ളൊരു ഫീവറാണ്. അതുപോലെ ഇനിയിപ്പം നമ്മൾ ഡിസീസിൻ്റെ സിംറ്റംസിലോട്ട് ഒത്തിരി കിടക്കുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. കുറച്ചുകൂടെ ഒക്കെ ഈ സെക്ടറിൽ കുറച്ചുകൂടെ നോളജ് ഉള്ള ഒരാൾ പറയുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്തരം രോഗങ്ങൾ, ഈ കൊതുകുജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. സോ നമുക്ക് പൊതുവെ കൊതുകിൻ്റെ കടി കേൾക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ, സന്ധ്യാസമയങ്ങളിൽ നല്ല കൊതുക് ശല്യം വീട്ടിലുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഭയങ്കര കൊതുക് ശല്യമാണ്. നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ പണിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറമ്പിലൊക്കെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിലാവശ്യത്തിന് പറമ്പിൽ പണിയെടുക്കുകയോ അല്ലാതെ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പുല്ലിനോട് ഇടയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൊതുകടി ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാറുണ്ട്. നൈറ്റ് ടൈമിൽ പൊതുവെ കൊതുക് ശല്യം നമുക്ക് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസ് മോശമാണ്. അല്ലെങ്കിൽ വൃത്തി പ്രശ്നങ്ങളുണ്ട്, മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ പ്രശ്നങ്ങളുണ്ട്, വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊതുക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കൊതുക് കൂടുതലായിട്ട് കാണപ്പെടുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കൊതുകിൻ്റെ സാന്ദ്രത കൂടുതലായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ കൊതുക് ശല്യത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വീടിന് ചുറ്റും ഓപ്പൺ വെസലുകളിൽ അല്ലെങ്കിൽ പാത്രങ്ങളിലോ എന്തെങ്കിലും ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ. ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുക, പാത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളോ നമ്മളെന്തെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് കവറുകളോ പ്ലാസ്റ്റിക്കുകളിലോ ഒക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ. ടയറുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഒരു ട്രേ ഉണ്ടല്ലോ, അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ പല പല പാത്രങ്ങളിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കൂന കൂട്ടിയിടുമ്പോൾ അതിനിടയിൽ ഏതെങ്കിലും പാത്രങ്ങളിൽ മഴ പെയ്തോ അല്ലാതെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും, അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മണി പ്ലാന്റൊക്കെ നമ്മൾ പല കേസിലും ഓരോ വീഡിയോ വിസിറ്റിനൊക്കെ പോകുന്ന സമയത്ത് കാണുന്നൊരു കാര്യമാണ്. ഈ മണി പ്ലാന്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ് വെസലുകൾ എന്തെങ്കിലും ഉണ്ടാവും. ഈ മണി പ്ലാന്റ് ഇട്ട് വെച്ചിരിക്കുന്നതിലൊക്കെ മിക്കപ്പോഴും ഈ കൂത്താടിയുടെ ഒരു പ്രസൻസ് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ വെള്ളക്കെട്ടുകളായിട്ട് കിടക്കുന്നിടത്ത്, ചെറിയ കുഴിവ് പോലുള്ള സ്ഥലങ്ങൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ടെറസിൻ്റെ മുകളിൽ
ഇപ്പോൾ ഒരു നിലയുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിലോട്ട് ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ പോവില്ലായിരിക്കും. 2 നിലയാണെങ്കിൽ തന്നെ നമ്മുടെ മോൾ ഭാഗത്തിൻ്റെ ചില പോർഷനുകളിലോട്ട് നമ്മൾ അത്ര ശ്രദ്ധ പോകാത്ത ഏരിയ ഉണ്ടാവും. അവിടെയൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതുപോലെ ചിരട്ട, തൊണ്ട് പോലുള്ള കാര്യങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷനുണ്ട്. ഇതുപോലെ നമ്മൾ ഫിഷ് ടാങ്കൊക്കെ മെജോറിറ്റി വീടുകളിൽ ഈ ഫിഷ് ടാങ്ക് ഒക്കെ കെട്ടിയിട്ട് ആദ്യത്തെ ഒരു ആവേശത്തിന് കുറച്ച് നാൾ ഫിഷിനെയൊക്കെ വളർത്തും. അത് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഇൻട്രസ്റ്റ് പോലിരിക്കും. കുറച്ച് നാൾ ഫിഷൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ചത്തുപോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ശ്രദ്ധിക്കപ്പെടാതെ ഇതൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതിനകത്തിലും മത്സ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം വെള്ളം കെട്ടിക്കിടന്നിട്ട് അതൊരു മോശം കണ്ടീഷനിലോട്ട് പോയിട്ട് കൂത്താടി വളരുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളാണ് പൊതുവിൽ നമ്മൾ കാണപ്പെടുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പുറത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, മണ്ണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുഴിവുള്ള സ്ഥലങ്ങളോ വെള്ളം കെട്ടിക്കിടക്കാൻ സാഹചര്യം ഉണ്ടാക്കില്ല. പാത്രങ്ങളിലോ ബക്കറ്റുകളിലോ ചിരട്ടകൾ ചുമ്മാ വലിച്ചെറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് പാത്രങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയാൻ പാടില്ല. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് വീടിന് ചുറ്റും മോശം അന്തരീക്ഷത്തിൽ വയ്ക്കാൻ പാടില്ല. അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന അന്തരീക്ഷങ്ങളിൽ മോസ്കിറ്റോ ഭയങ്കര കൂടുതലായിട്ട് കാണും. അപ്പോൾ വീടിന് ചുറ്റും കാട് പിടിച്ച് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതൊക്കെ വെട്ടി നശിപ്പിച്ച് വൃത്തിക്കിടാൻ ശ്രമിക്കണം. അതിപ്പോൾ നമ്മൾ കൊതുകിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും ഏതൊരു പത്രം തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം നമ്മളിപ്പോൾ പാമ്പിൻ്റെ ശല്യത്തെ പറ്റിയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഇരിക്കാനും ഇതിൻ്റെയൊക്കെ അപകട സാധ്യത കൂടാനും ഒക്കെ ഉള്ള സാധ്യത കൂടുകയാണ് നമ്മൾ ഈ വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷം കീപ്പ് ചെയ്യുമ്പോൾ. കാടും പടലും വേസ്റ്റ് പുറത്തിടുകയും ഒക്കെ ചെയ്യുമ്പോൾ പറ്റുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കണം മാക്സിമം. അതുപോലെ നമ്മൾ പുറത്തിടുമ്പോൾ കൊതുകടി ഏൽക്കാതിരിക്കാനല്ലേ കൊതുകിനെ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഇതൊക്കെയാണ് നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ. ഇത് ഇത്തരത്തിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ വീട്ടിലെ ഓടകളോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് പോകുന്ന ചാലുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ബ്ലോക്കായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതിനകത്ത് കൊതുകുണ്ടാവും. ഈ ബ്ലോക്കേജൊക്കെ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുകയൊക്കെ വേണം. ഇങ്ങനെ മൊത്തത്തിലൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് കൊതുക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വളരുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൊതുകടി ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കാം. മോസ്കിറ്റോ നെറ്റിട്ട് അതിൽ കിടക്കാൻ ശ്രമിക്കാം. ജനലുകളും കഥകളൊക്കെ അടച്ചിടാൻ ശ്രമിക്കാം. അതുപോലെ മോസ്കിറ്റോ റിപ്പലൻ ക്രീമുകളുണ്ട്. അത് നമുക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം. നമുക്കൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. മോസ്കിറ്റോ റിപ്പലൻ ക്രീമുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ മോസ്കിറ്റോ അകത്ത് കിടക്കാതെ അല്ലെങ്കിൽ കൊതുകിനെ തടയുന്ന രീതിയിലുള്ള സ്ക്രീനുകളുണ്ട്. ഇപ്പോൾ കതകിനും ജനലിനും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സ്ക്രീനുകളുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് ഈ സന്ധ്യാനേരങ്ങളിൽ രാത്രി സമയങ്ങളിൽ കൊതുക് ശല്യം കൂടുതലുള്ള സമയം. ഈ സമയത്ത് മാക്സിമം നമ്മൾ പുറത്തോട്ടിറങ്ങി കൊതുക് കടി ഏൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. മാക്സിമം കതകടച്ച് അകത്തിരിക്കാൻ ശ്രമിക്കാം. കൊതുക് കടി ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. പിന്നെ കൊതുകിനെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മോസ്കിറ്റോ നെറ്റിനുള്ളിൽ കിടക്കാൻ ശ്രമിക്കുക. അതുപോലെ മോസ്കിറ്റോ റെപ്പലൻ ക്രീംസ് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രീനുകൾ യൂസ് ചെയ്യുക. ജനലിനും കതവിനും ഒക്കെ ചുറ്റും അത് വളരാനുള്ള അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. കാടും പടലൊക്കെ വെട്ടിത്തളിച്ച് വീടിൻ്റെ പരിസരം വൃത്തിക്ക് സൂക്ഷിക്കുക. വേസ്റ്റുകൾ പുറത്തുള്ളതായിരിക്കുക, പ്ലാസ്റ്റിക് പുറത്തുള്ളതായിരിക്കുക, പാത്രങ്ങൾ പുറത്തുള്ളതായിരിക്കുക, ചിരട്ട, തൊണ്ട് പോലുള്ളതൊന്നും പുറത്തുള്ളതായിരിക്കുക. നമ്മുടെ വീടിൻ്റെ എല്ലാ കോണറിൻ്റെ മുകളിലും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. അതുപോലെ ഓടകളോ എന്തെങ്കിലും ചാലുകൾ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കേജ് ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഫിഷ് ടാങ്കുകൾ ചെറിയ അക്വേറിയം പോലുള്ള സാധനങ്ങളിലൊക്കെ ഈ ഫിഷ് ഇല്ലെങ്കിൽ കൂടെ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയില്ലാതെ അതിനകത്തിലൊക്കെ കൂത്താടിയുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പാത്രങ്ങളിൽ അല്ലെങ്കിൽ മണി പ്ലാന്റിൻ്റെ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലൊക്കെ കൂത്താടി കാണുന്ന ഒരു പൊതു കേസാണ്. ഇതിൽ നിന്നൊക്കെ ആവും മെയിനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പോണ്ട് പോലെ ഉണ്ട് അല്ലെ അക്വേറിയം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗപ്പി പോലുള്ള അത് ഈ മോസ്കിറ്റോ ലാർവേനെ നശിപ്പിക്കുന്ന ഒരു ആൻറ്റി ലാർവൽ ഒരു മെഷറാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ഗപ്പിയെ വളർത്തുക എന്നുള്ളത്. വെള്ളം കെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്. ഫിഷ് ടാങ്ക് ആയിട്ടോ അല്ലാതെ എന്തെങ്കിലും ടാങ്ക് പോലെ അടിച്ച് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗപ്പി പോലുള്ള ഫിഷിനെ ഇടാൻ പറ്റും. ഈ മണി പ്ലാന്റിൻ്റെ പാത്രത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ ഉണ്ടാവണം. അതിലാണെങ്കിലും ഒന്നെങ്കിൽ ഗപ്പി പോലുള്ള ഫിഷിനെ ഇടാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ആൻറ്റി ലാർവൽ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
അതുപോലെ അഡൾട്ട് മോസ്കിറ്റോയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതുപോലെ ഡെങ്കുവിൻ്റെയൊക്കെ കേസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ, ആ ഇൻഫെക്റ്റഡ് പേഴ്സണെ ബൈറ്റ് ചെയ്തിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ മറ്റൊരാളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളിലേക്ക് രോഗം എത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. വീട്ടിലൊരു പേഷ്യൻ്റ് ഉണ്ട്, അങ്ങനെ ഒരാൾ രോഗിയാണെന്നുണ്ടെങ്കിൽ, ഡെങ്കു എന്നൊക്കെ പറഞ്ഞാൽ റാഷൊക്കെ വന്നിട്ട് സിവിയർ സ്റ്റേജിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ നിസ്സാര രോഗങ്ങളല്ല. കാര്യം കൊതുകാകെ ഇത്തിരി ഉള്ളതിലും അത് പരത്തുന്ന രോഗം നമ്മളെ ഭയങ്കര മോശം സ്റ്റേജിലേക്കായിരിക്കും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. കുട്ടികളുടെ മേളിലൊക്കെ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. പുറത്തിറങ്ങുമ്പോൾ ഈ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് അത് ജോലിപരമായിട്ട് അങ്ങനെ പണിയെടുക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ കന്നാലികൾക്കോ വേണ്ടിയിട്ടോ ആടിനോ പശുവിനൊക്കെ വേണ്ടിയിട്ട് പുലർക്കാൻ പോകുന്നവരായിക്കോട്ടെ, ഒന്നും വേണ്ട, നമ്മുടെ അടുക്കള തോട്ടങ്ങൾ കീപ്പ് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കള തോട്ടങ്ങൾ നോക്കുന്നു. ഇതെന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഇതുപോലെ കയ്യൊറോളോ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഫീൽഡിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ മാക്സിമം ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാന്നുണ്ട്. ഒരു പരിധി വരെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ മൊസ്കിറ്റോ ബൈറ്റിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാവുന്നതാണ്. ഒരു പരിധിവരെ നമുക്ക് മോസ്കിറ്റോയുടെ ബൈറ്റ് അല്ലെങ്കിൽ കൊതുക് കടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഈ സമയത്തൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഹെൽത്ത് നിന്നൊക്കെ ആൾക്കാർ ഫീൽഡൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. വിസിറ്റ് ചെയ്യും. ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലടുത്തൊരു ഒരു രോഗി ഉണ്ടാവാതെ രോഗാവസ്ഥ ഉണ്ടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയ തോതിലെങ്കിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. So thank you, and for such videos subscribe my YouTube channel.